ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മീഡിയ മിഷനിലൂടെ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യഭാഗങ്ങളിൽ 4 പേർ ചേർന്ന് ചുമന്നുകൊണ്ടുവന്ന പക്ഷപാത രോഗിയുടെ വിടുതൽ സവിസ്തരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ 5 വാക്യങ്ങളിൽ പക്ഷപാത രോഗിയുടെ വിടുതലിനായി യേശു പരിഗണിച്ച പ്രധാനമായ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതിൽ പ്രധാനമായ ഭാഗമാണ് കൊണ്ടുവന്നവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസം നിമിത്തമാണ് ആ മനുഷ്യനെ കിടക്കയോടെ അവർ ചുമന്നതും യേശുവിൻ്റെ അരികിലേക്ക് ബന്ധപ്പെട്ട് ഇറക്കി വെച്ചതും. അവരുടെ വിശ്വാസം, അവരുടെ അത്യുദ്ധാനം, അവരുടെ ഐക്യത, ഇവയൊക്കെ നിരവധി തവണ വലിയ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ചിന്താഭാഗമാണ്. എന്നാൽ പക്ഷപാത രോഗിയുടെ വിടുതലിന് മൂലകാരണമായ മറ്റൊരു വസ്തുതയുണ്ട്. അത് വീടിന്റെ മേൽക്കൂര പൊളിച്ചു തുറന്നു എന്ന വാക്യം 4-ാം വാക്യത്തിൽ കാണുന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു, പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. വീടിന്റെ മേൽപ്പുര തുറന്നു. വാസ്തവത്തിൽ ബഹുപുരുഷാര നിമിത്തം പ്രധാന വാതിലുകളെല്ലാം അടയപ്പെട്ടിരിക്കുന്നു. യേശു ഉണ്ടെന്നുള്ള ശ്രുതി നാടെങ്ങും പരന്ന് യേശുവിനെ കാണേണ്ടതിന്, അവന്റെ കരത്താൽ അത്ഭുതങ്ങൾ ആസ്വദിക്കേണ്ടതിന്, യേശുവിൻ്റെ വാമൊഴിയായിട്ടുള്ള വചനങ്ങൾ കേൾക്കേണ്ടതിന് ഓടിക്കൂടിയ പുരുഷാര നിമിത്തം വീടിൻ്റെ സ്വാഭാവികമായ വാതിലുകളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. സമീപിച്ചുകൂടായികയാൽ എന്നാണ് അവിടെ പറയുന്നത്. വാസ്തവത്തിൽ 4 പേർ നിരവധി വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരാണ്. എന്നാൽ ഈ 4 പേരോളം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തി ഒരു വാക്കിൽ പോലും ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. എങ്കിലും ശ്രദ്ധിക്കാതെ പോകാതിരിക്കാൻ കഴിയില്ല. അത് ആ വീട്ടുടമസ്ഥനാണ്. മറ്റൊരാളുടെ വിടുതലിന് വേണ്ടി സ്വാഭാവികമായ വാതിലുകളെല്ലാം താൻ തുറന്നിട്ടിട്ടുണ്ട്. പരാതിയില്ലാതെ, പരിഭവമില്ലാതെ വീടിനെ മറ്റുള്ളവരുടെ നന്മയ്ക്കും ആനന്ദത്തിനും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി തൻ്റെ വീടിൻ്റെ സ്വാഭാവികമായ വാതിലുകളെല്ലാം തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ 4 പേർ ചേർന്ന് മറ്റൊരാളെ ചുമന്നുകൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തെ വെയിറ്റിംഗ് ലിസ്റ്റിലിടാതെ, അല്ലെങ്കിൽ കാത്തു നിൽക്കുന്നവരെ നിരാശപ്പെടുത്തിയിട്ട്, ഒന്ന് മാറി നിൽക്കൂ, ആ മനുഷ്യനെ കയറ്റി വിടൂ എന്ന് പറഞ്ഞ് മറ്റൊരാളെ നിരാശപ്പെടുത്താതെ, ഇതാ അസ്വാഭാവികമായൊരു വാതിൽ താൻ തുറക്കുന്നു. അത് തൻ്റെ വീടിൻ്റെ മേൽപ്പുരയാണ്. എന്താണ് വീടിൻ്റെ മേൽപ്പുര? വീടിൻ്റെ മേൽപ്പുര എന്നത് ഒരു വീടിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്ലേസാണ്. അടിസ്ഥാനം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരിടമാണ് വീടിൻ്റെ മേൽപ്പുര. വീട്ടുടമസ്ഥന്റെ ആഢ്യത്വവും ആസ്തിത്വവും ശേഷിയും ഒക്കെ തുറന്നു കാണിക്കുന്ന, വാക്കും ഭാഷണങ്ങളും കൂടാതെ തുറന്നു കാണിക്കുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇടമാണ് വീടിൻ്റെ മേൽപ്പുര. പൊളിച്ചു എന്ന ഒറ്റ വാചകമല്ല ഇവിടെ കാണുന്നത്, പൊളിച്ചു തുറന്നു എന്നവിടെ പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? വീടിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്ലേസിനെ താനൊരു വാതിലാക്കുകയാണ്. ഒരു പരിചയമില്ലാത്തവർ വന്ന് സ്വന്തം വീടിൻ്റെ മേൽക്കുരയിൽ കയറുന്നത് കണ്ടപ്പോഴും, ആ വീടിൻ്റെ മേൽക്കുര പൊളിക്കുന്നത് കണ്ടപ്പോഴും മൗനമായി നിന്ന് അപരൻ്റെ വിടുതലിനു വേണ്ടി തൻ്റെ വീടിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഭാഗം അത് തുറന്ന് അതിനെ ഒരു വാതിലാക്കാൻ മൗനമായി അനുവാദം കൊടുത്ത ആ വീട്ടുടമസ്ഥൻ. പ്രിയരെ, ആ ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണം. നാം എല്ലാവരും യേശു കർത്താവിന് വേണ്ടി, യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി, അത്ഭുതങ്ങൾക്കായി, അടയാളങ്ങൾക്കായി, മറ്റുള്ളവരുടെ വിടുതലുകൾക്കായി ഒക്കെ സ്വാഭാവികമായ വാതിൽ നാം തുറന്നിട്ടിട്ടുണ്ട്. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ, ഒരു ഗായകൻ എന്ന നിലയിൽ, മറ്റ് കൃപാവരങ്ങൾ പ്രാപിക്കുന്നതിലൂടെ, ജ്വലിപ്പിക്കുന്നതിലൂടെ
സ്വാഭാവികമായ വാതിലുകളൊക്കെ നാം തുറന്നിട്ടിട്ടുണ്ട്. ഒരു പേര് കൊണ്ട്, ഒരു സ്ഥാനം കൊണ്ട്, ഒരു ഇമേജ് കൊണ്ട് നമ്മൾ പ്രധാനമായ വാതിലുകളൊക്കെ നാം തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ അതിലുപരിയായി ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്ലേസ്, നാം ആശ്രയം വെക്കുന്ന, നമുക്ക് തണലാകുന്ന, നമ്മുടെ ആഢ്യത്വവും നമ്മുടെ ശേഷിയുമൊക്കെ തുറന്നു കാണിക്കുന്ന, അല്ലെങ്കിൽ നാം ഏറ്റവും കരുതുന്ന, ഇരിക്കുന്ന കൊമ്പ് ആരും മുറിക്കാറില്ല എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി നാം കാത്തു സൂക്ഷിക്കുന്നതും നമുക്ക് ഇമേജ് ഉണ്ടാക്കി തന്നതുമായ ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് മേഖലകളെ ഒരു വാതിലാക്കി തുറന്നു കൊടുക്കുവാൻ എത്ര പേർക്ക് സന്മനസ്സുണ്ട് പ്രിയരെ? സ്വാഭാവികമായ വാതിൽ തുറന്നു കൊടുത്തതിൽ ആനന്ദിക്കാതെ ജീവിതത്തിൻ്റെ, ശുശ്രൂഷയുടെ, നമ്മുടെ ഭാവിയുടെ, നമ്മുടെ അധ്വാന മേഖലകളുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന മേഖലകളെ ഒന്ന് പൊളിച്ച് തുറക്കാൻ, നമ്മുടെ നിയന്ത്രണങ്ങൾ പിൻവലിച്ച് അതൊരു വാതിലാക്കി മറ്റൊരാളുടെ വിടുതലിന് വേണ്ടി, മറ്റൊരാളുടെ സൗഖ്യത്തിനു വേണ്ടി, മറ്റൊരാൾക്ക് യേശുവിനെ അടുത്തറിയുവാനുള്ള ഒരു വാതിലാക്കി മാറ്റുവാൻ എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? ഈ തിരുവചനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ഏകാഗ്രമാക്കാമോ പ്രിയരെ? നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ മുഴുവനായി സമർപ്പിക്കാം, നമ്മുടെ ശബ്ദത്തെ സമർപ്പിക്കാം, നമ്മുടെ കഴിവിനെ, നമ്മുടെ താലന്തുകളെ എല്ലാം സമർപ്പിക്കാം. എല്ലാറ്റിലും ഉപരിയായി നാം ആശ്രയിച്ചിരിക്കുന്ന, നാം നമ്മുടെ അടിസ്ഥാനത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളെ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തുറക്കാമെന്ന ആഹ്വാനത്തോടെ വാക്കുകൾക്ക് വിരാമിടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.